السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ബുധനാഴ്ച ഒരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ജോലികൾ, തിരക്കുകൾ ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നവരായിരിക്കും. പലരും ജോലിക്കിടയിൽ, കച്ചവടത്തിനിടയിൽ, പല പരിപാടികൾക്കിടയിൽ വന്ന് ഇരിക്കുന്ന ആളുകളായിരിക്കും. സ്ത്രീകളാണെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെയുള്ള കാര്യങ്ങൾ, തിരക്കുകൾ ഒക്കെ ഒരുക്കി തയ്യാറാക്കി വന്നവരായിരിക്കും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ഒരു ദിവസം വരാനുണ്ട്, ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. നിങ്ങൾ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത്, പണം, വീട്, അതൊന്നും ഉപകരിക്കാത്ത, അതിനെ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരവും കിട്ടാത്ത ഒരു ദിവസം വരാനുണ്ട്. വലാ ബനൂൻ. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ മണിക്കൂറുകൾ, ദിവസങ്ങൾ ചെലവഴിക്കുന്നത്, ആരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയാണോ, ആർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണോ, ആർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ സമയവും ആയുസ്സും ആരോഗ്യവും ചെലവഴിക്കുന്നത്, ആ മക്കൾ, ആ സന്താനങ്ങൾ, അതൊന്നും ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ എല്ലാവർക്കും ഇത് തന്നെയാണോ അവസ്ഥ? ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ എല്ലാവരുടെയും സമ്പത്തിന്റെ കാര്യത്തിൽ ഈ ഒരു നിരർത്ഥകതയാണോ അവസ്ഥ? എല്ലാവരുടെയും മക്കളുടെ കാര്യത്തിൽ ഈ ഒരു നിരാശയാണോ അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടാവുക? അല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ സമീപിച്ചവർ ഒഴികെ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് സലീമായ, സുരക്ഷിതമായ, രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടി റബ്ബിന്റെ അടുക്കൽ ചെന്നവർ, അവർക്കൊഴികെ എല്ലാ ആളുകൾക്കും അവരുടെ സമ്പത്ത്, അവരുടെ സന്താനങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും നഷ്ടമാണ്. അതിനെ കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും കിട്ടുകയില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹാറൂൻ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ഏറ്റവും സമ്പന്നനായ ഭരണാധികാരിയാണ് ഹാറൂൻ റഷീദ്. അബ്ബാസി ഖലീഫയാണ്. നമുക്കറിയാം, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹാറൂൻ റഷീദ് ഈ കാർമേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് മേഘം വരുന്ന സമയത്ത് ഹാറൂൻ റഷീദ് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കൊട്ടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങും. പൊതുവെ നിങ്ങൾ അറബികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മഴ പെയ്യുമ്പോൾ അവർ പുറത്തിറങ്ങി മഴ ആസ്വദിക്കുമ്പോൾ വളരെ അപൂർവമായിട്ടാണല്ലോ മഴ കിട്ടുക. അങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ കാർമേഘങ്ങൾ ഇങ്ങനെ വന്നു, പക്ഷെ മഴ പെയ്തില്ല, കാറ്റടിച്ച് മേഘം പോയി. അപ്പോൾ ഹാറൂൻ റഷീദ് പറഞ്ഞു,
കാർമേഘത്ത് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നീ എവിടെ പെയ്താലും അതിൻ്റെ ഒരു ഓഹരി കൊട്ടാരത്തിലെത്തും. കാരണം അത്രയും വലിയ വിശാലമായ സാമ്രാജ്യമാണ് അന്ന് ഇസ്ലാമിക സാമ്രാജ്യം. ആ ഹാറൂൻ റഷീദ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ അനുയായികളോട് ചോദിക്കുകയാണ്, തൻ്റെ ചുറ്റുള്ള പരിചാരകരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ഖബർ കുഴിച്ചു കഴിഞ്ഞോ? എൻ്റെ ഖബർ തയ്യാറാണോ? അദ്ദേഹം അത്രയും മരണാസന്നനായി കിടക്കുകയാണ്. എനിക്ക് എന്നെ ഒന്ന് മഖബറയിലേക്ക് കൊണ്ടുപോകുമോ? ഖബർ കാണിച്ചു തരുമോ? അങ്ങനെ അദ്ദേഹത്തെ കട്ടിലോടുകൂടി എടുത്ത് മഖബറയിലേക്ക് ആളുകൾ കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം കരഞ്ഞ് വിലപിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തോതാണ്, ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം അത് നഷ്ടപ്പെട്ടു. പരലോകത്ത് വെച്ച ആളുകൾ വിലപിക്കുന്ന വിലാപം പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം പറയാണ്, മാ അഗ്ന അന്നി മാലിയ, എൻ്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അതുപോലെ ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എന്നിൽ നിന്ന് നശിച്ച് നീങ്ങിപ്പോയല്ലോ എന്ന് അദ്ദേഹം കരയുകയാണ്. അപ്പോൾ ദുനിയാവിന്റെ അവസ്ഥ ഇതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ സമ്പാദിക്കുന്ന ഓരോ നയാ പൈസയും, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉപകാരപ്പെടും റബ്ബിന്റെ അടുക്കൽ. എപ്പോൾ? നമ്മുടെ ദുനിയാവിലെ ഓരോ സെക്കൻഡുകളും നിമിഷങ്ങളും വിലയുള്ളതായി മാറും റബ്ബിന്റെ അടുക്കൽ. എപ്പോൾ? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ സുരക്ഷിതമായ ഹൃദയത്തോടു കൂടി റബ്ബിനെ സമീപിച്ചവർ ഒഴികെ. രോഗം ബാധിക്കാത്ത, ആരോഗ്യമുള്ള, ബാക്ടീരിയയും വൈറസും ഫംഗസും ബാധിക്കാത്ത സുരക്ഷിതമായ ഒരു ഹൃദയം, ശുദ്ധമായ ഒരു കൽബോടുകൂടി റബ്ബിന്റെ അടുക്കൽ ചെന്നവർ ഒഴികെ എന്ന് അല്ലാഹു പറയുകയാണ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണു ബാധിച്ചാൽ, വല്ല വൈറസോ ബാക്ടീരിയയോ ഉണ്ടായാൽ, അല്ലെങ്കിൽ വല്ല അസുഖവും ബാധിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചികിത്സിക്കും, നമ്മളത് വേഗം ആ അസുഖം മാറ്റും. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ കൽബിനെ തകർത്ത് കളയുന്ന, അതിനെ പാറ പോലെ കട്ടിയുള്ളതാക്കി മാറ്റുന്ന, ഒരിക്കലും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ വലിയ ദുരന്തങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ, കൽബിനെ ബാധിക്കുന്നത് പലപ്പോഴും സുബ്ഹാനല്ലാഹ് നമ്മൾ ആ കാര്യങ്ങളിൽ അശ്രദ്ധയിലാണ്, നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താണ് സലീമായ കൽബ്, സുരക്ഷിതമായ കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം, നൂഹ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും. ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ റബ്ബിലേക്ക് സലീമായ ഹൃദയത്തോടു കൂടി വന്നു, അള്ളാഹുലേക്ക് വന്നണഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്തിൽ നിന്നാണ് ഹൃദയം സുരക്ഷിതമാകേണ്ടത്? എന്തൊക്കെ രോഗങ്ങളിൽ നിന്നാണ് ഹൃദയം സുരക്ഷിതമാകുക? അങ്ങനെ സുരക്ഷിതമായാൽ എന്താണ് ആ ഹൃദയത്തിന്റെ അവസ്ഥ ഉണ്ടായിത്തീരുക? മിനശ്ശിർക്കി വശുബഹി, ഷിർക്കിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന്, സംശയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വശഹവാത്ത്, ദേഹേച്ഛകളിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയം. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ, അതിന്റെ പ്രത്യേകത എന്താണ്? അൽമാനിഅതു മിൻ തസവ്വുരിൽ ഹഖ്ഖി വൽ അമലി ബിഹി, ഹഖിനെ മനസ്സിലാക്കാൻ, അറിയാൻ, പഠിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ തടയും. ആശയക്കുഴപ്പങ്ങൾ, ഷിർക്ക്, അതുപോലെ ഷഹവാത്ത്. വൽ അമലി ബിഹി, ദീനിന്റെ സത്യം, അതിന്റെ ഹഖനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നും ഈ കാര്യങ്ങൾ ഒരാളെ തടയും. അങ്ങനെ ഈ മനുഷ്യനെ ഇൽമിന്റെയും അമലിന്റെയും മാർഗത്തിൽ നിന്ന് തടയുന്ന ഷിർക്ക്, ഷഹവത്ത്, അതുപോലെ ശുബ്ഹത്ത്, ഈ കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഹൃദയം ആർക്കുണ്ടോ അവനാണ് സലീമായ കൽബുള്ളവൻ എന്ന് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. വഇദാ കാന ഖൽബുൽ അബ്ദി സലീമൻ, ഒരു മനുഷ്യന്റെ ഹൃദയം സലീമായി കഴിഞ്ഞാൽ, സുരക്ഷിതമായി കഴിഞ്ഞാൽ, സലീമ മിൻ കുല്ലി ശർ,
അവൻ എല്ലാ ഷർറിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വഹസല ലഹു കുല്ല ഖൈർ, എല്ലാ നന്മകളും അവൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരാളുടെ ഹൃദയം സുരക്ഷിതമാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ ഹൃദയം സലീമുൻ മിൻ ഗിശ്ശിൽ ഖൽഖി വഹസദിഹിം, സൃഷ്ടികളെ വഞ്ചിക്കുന്നതിൽ നിന്ന്, അവരെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന്, അവരുടെ കാര്യങ്ങളിൽ അസൂയ വെക്കുന്നതിൽ നിന്നൊക്കെ മോചിതനായ, അതിൽ നിന്നൊക്കെ സുരക്ഷിതമായ, കളങ്കമില്ലാത്ത ഹൃദയം, അതാണ് സലീമായ ഖൽബ് എന്ന്. വഗൈരി ദാലിക മിൻ മസാവിൽ അഖ്ലാഖ്, അതോടൊപ്പം മറ്റ് മോശമായ തെറ്റായ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒരാളുടെ ഖൽബ് ശുദ്ധമാണെങ്കിൽ അതാണ് സലീമായ ഖൽബ്. അങ്ങനെ ഒരു ഖൽബാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഉണ്ടായത് എന്ന് ഇമാം സഅദി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മുടെ ഖൽബ് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ എങ്ങനെ പരിശോധിക്കും? നമ്മളെ ഖൽബിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ നമ്മളെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പനി പരിശോധിക്കാം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, ഒക്കെ ടെസ്റ്റ് ചെയ്യാം. ഖൽബ് നമ്മൾ എങ്ങനെ പരിശോധിക്കും? അത് നമ്മൾക്ക് തന്നെ സാധിക്കുള്ളൂ, അല്ലേ? സുബ്ഹാനല്ലാഹ്. വേറൊരു മഖ്ലൂഖിന്, വേറൊരു മനുഷ്യനെ നമ്മളെ ഖൽബ് പരിശോധിച്ചിട്ട് നിന്റെ ഖൽബ് അല്ലാഹ് സ്വർഗത്തിലേക്ക് എത്താവുന്ന തരത്തിൽ നല്ലതാണ്, ശുദ്ധമാണ് എന്ന് പറയാൻ സാധ്യമല്ല. നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുള്ളൂ. മുഹാസബത്തുൻ നഫ്സ്, സ്വന്തം ആലോചിച്ച് നോക്കുക. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഫഖദുൽ ഖുലൂബ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം, ചെക്ക് ചെയ്യണം, അതിന്റെ ആരോഗ്യനില പരിശോധിക്കണം. ഫി സലാസിൻ, 3 കാര്യങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒന്ന്, ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കുക. അല്ലാഹുൽ മുസ്തആൻ. നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞു പോകുന്നുണ്ടോ? അതോ നീ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീയും നിന്റെ റബ്ബും മാത്രമാണോ എന്ന് നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. വഫീ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിന്റെ അവസ്ഥ എന്താണ്? അത് നീ പരിശോധിച്ചു നോക്ക്. കോട്ടുവായിട്ട് കുറച്ചോതി, കുറച്ച് അങ്ങോട്ട് പോയി വേറെന്തോ ചിന്തിച്ചു, വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും കുറച്ചോതി, അങ്ങനെയാണോ? പരിശോധിച്ചു നോക്ക്. വഫി ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ ഓർമ്മയിൽ നിന്റെ ഹൃദയ സാന്നിധ്യം എത്രയുണ്ട്? ദിക്ർ ചൊല്ലുന്ന സമയത്തും അല്ലാതെ ഓരോ ഘട്ടങ്ങളിലും നിന്റെ ഓർമ്മ എത്രയുണ്ട് എന്ന് നീ പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച്, ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നലെ ഒരാളൊരു വോയിസ് മെസ്സേജ് ഇട്ടു, അസുഖമൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ ഇൻഷാ അള്ളാഹ്. അതായിട്ട് വോയിസ് ആണ്. ഒരു കുട്ടിന്റെ അസുഖമൊക്കെ അള്ളാഹു മാറ്റട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ എന്താണ്, പിന്നെ അങ്ങനെ പറയാൻ പറ്റുമോ? ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് പറയാൻ പറ്റുമോ? പറ്റൂല. ഇൻഷാ അള്ളാഹ് ഒരു ദിക്റാണ് അള്ളാഹു ഉദ്ദേശിച്ച, അല്ലേ? അപ്പൊ എന്നോട് ഈ വോയിസ് കേട്ടപ്പോ പിന്നെ എൻ്റെ വീട്ടിലുള്ള ഒരാൾ പറഞ്ഞല്ല, അപ്പൊ അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. എന്താ ആൾക്കാർ? ഞാൻ പറഞ്ഞത് ഒരു ആദത്തായിട്ട് ഇങ്ങനെ ഇൻഷാ അള്ളാഹ് അറിയാണ്ട് നാവില് വന്നു പോകുന്നതാണ്, ഉദ്ദേശിച്ചിട്ടല്ല. ഇതുപോലെയാണ് പലപ്പോഴും നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ. ഈ തെറ്റ് സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? എന്ത് പറഞ്ഞാലും ഇൻഷാ അള്ളാഹ് പറയുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിന്റെ കാമ്പ്? ആർക്കും ഓർമ്മയില്ല. അതുപോലെ നിസ്കാരത്തിലെ ദിക്റുകൾ, നിസ്കാരം കഴിഞ്ഞാലുള്ള ദിക്റുകൾ, നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, അതിങ്ങനെ നാവിൽ നല്ല ഉഷാറായിട്ട് വരും. പക്ഷേ ഖൽബ് എവിടെയാണ്? നിസ്കാരം തുടങ്ങുന്ന സമയത്ത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാനിതാ എൻ്റെ മുഖം തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. അല്ലാഹുൽ മുസ്തആൻ. അള്ളാഹു എന്നെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 3 ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്ർ, ആ സമയത്ത് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതുപോലെ നിസ്കാരം, ഈ സമയത്ത് നിന്റെ ഖൽബിനെ നീ പരിശോധിച്ചു നോക്കണം. ഫഇൻ വജത്തും, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ആരോഗ്യമുള്ളതായി കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വഇല്ലാ ഫഅലമു അന്നൽ ബാബ മുഗ്ലഖ്, അല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളത് വീണ്ടും തുറക്കണം.
അത് തുറക്കാനുള്ള ചികിത്സ നിങ്ങൾ ആരംഭിക്കണം എന്ന് ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഹൃദയത്തിന് അസുഖമുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. അല്ലെ, നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ മടിയന്മാരായിട്ടായിരിക്കും അവർ നിൽക്കുക. എപ്പോഴാ തീര, സമയത്തിനായി. അല്ലെ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. എത്ര റക്അത്തായി, ഇപ്പൊ ഇമാമ് സുജൂദാണോ റുക്കൂ ആണോ, ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത്, ഒന്നും അറിയില്ല. എന്നാലോ കൽബ് എവിടെയാണ്? കൽബ് എവിടെയോ ആണ്. നമ്മൾ തലശ്ശേരി പള്ളിയിൽ നിസ്കരിക്കാണ്, പക്ഷെ നമ്മളെ കൽബ് പിന്നെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും കണ്ടൊരു റീലിന്റെ ബാക്കിലോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്തും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കൽബിന്റെ ഹാൽ എന്താണ്, അത് നിലകൊള്ളുന്നത് ഏതൊരു അവസ്ഥയിലാണ് എന്ന് നമ്മൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഓരോ ഹറാമുകൾ കാണുമ്പോൾ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. അല്ല, വീട്ടിലോ കുടുംബത്തിലോ ഗീറത്ത് ഉണ്ടല്ലോ, ദീനിനോടുള്ള ഒരു ഈറ. ഹറാമ് കാണുമ്പോൾ, കടുത്ത തെറ്റുകൾ ദുൽമ് കാണുമ്പോൾ നമ്മുടെ കൽബ് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പിന്നെ എന്താണ് ഇൻകാറുൽ മുൻകർ, നിനക്ക് കഴിയെങ്കിൽ കൈ കൊണ്ട് തടയാ, അല്ലെങ്കിൽ പിന്നെ നാവ് കൊണ്ട് തടയാ, അല്ലെങ്കിൽ അങ്ങനെ അവസാനം പറഞ്ഞല്ലോ കൽബ് കൊണ്ട് നീ അതിനെ വെറുക്കെങ്കിലും ചെയ്യാം. അതുമില്ലെങ്കിലോ നിന്റെ കൽബിൽ പിന്നെ ഈമാൻ ബാക്കിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അപ്പൊ നമ്മളത് പരിശോധിക്കാൻ പറ്റും. തോന്നിവാസങ്ങൾ, ഹറാമുകൾ, വൃത്തികേടുകൾ കാണുമ്പോൾ നമ്മുടെ കൽബ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ ഫോണിൽ തന്നെ വെറുതെ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടാത്തത് കാണുന്ന സമയത്ത് നമ്മുടെ കൽബ് എങ്ങനെ പ്രതികരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കൂട്ടുകെട്ടിൽ എന്തെങ്കിലും ദീനിനെതിരായ കാര്യങ്ങൾ, സംസാരങ്ങൾ നടക്കുമ്പോ തനിച്ച കുഫർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്ത കളവുകൾ, മ്ലേച്ഛമായ സംസാരങ്ങൾ കാണുമ്പോൾ നമ്മുടെ കൽബിൽ എന്താണ് തോന്നുന്നത്, കൽബ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ കൽബിനെ വിലയിരുത്താൻ പറ്റും. നമ്മുടെ ഈമാൻ എത്രയുണ്ട്, നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾക്ക് വിലയിരുത്താൻ പറ്റും. അതുപോലെ ഒറ്റക്കാകുന്ന സമയത്ത്, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ കൽബിന്റെ ആരോഗ്യാവസ്ഥ എത്ര ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഒറ്റക്കാകുന്ന സമയത്ത്, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഖുർആൻ എടുക്കാനാണോ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാണോ, ദിക്റുകൾ ചൊല്ലാനാണോ, ദീന് പഠിക്കാനാണോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കാര്യത്തിന് വേണ്ടി ഒരു മെസ്സേജ് അയക്കാനാണോ, എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? അതോ വല്ല വൈബിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ, അല്ല വൈബ് ഉണ്ടാക്കാൻ നടക്കാണല്ലോ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെന്തെങ്കിലും ഇന്നിപ്പോ എവിടെ പോവാ, കുറച്ച് സമയം ഉണ്ടല്ലോ, എവിടെ പോവാ, എവിടെ നല്ല ചായ കിട്ടുക, നല്ല കടി എവിടെയാ കിട്ടുക, ഇന്ന് ആ കുട്ടി പിന്നെ അല്ലെങ്കിൽ ഇന്ന് അയാള് അത് എവിടെയാണ് വിൽക്കുന്നത്, അയാളെ ലൊക്കേഷൻ തപ്പിപ്പോവാ, ഇങ്ങനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിന്റെ എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ? അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എൻ്റെ കൽബ്, എൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹുൽ മുസ്തആൻ. അതുപോലെ നമുക്കൊരു റാഹത്ത് കിട്ടുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. എപ്പോഴാണ് റാഹത്ത് കിട്ടുക? ഇങ്ങനെ കറങ്ങി നടന്ന്, അങ്ങാടി കൂടെ ഒക്കെ നടന്ന്, ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ചുറ്റി അടിക്കുമ്പോഴാണോ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണോ റാഹത്ത് കിട്ടുന്നത്? അതോ വുദു ഒക്കെ എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴാണോ മനസ്സിനൊരു റാഹത്തും സമാധാനവും കിട്ടുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ കൽബിന്റെ ആരോഗ്യാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾ അവരുടെ ഹിസാബിന്റെ സമയം അടുത്തിട്ടുണ്ട്. അവരുടെ കണക്കുകൾ ഇഴകീറി പരിശോധിക്കുന്ന അള്ളാഹുവിന്റെ യൗമുദ്ദീൻ, അതിന്റെ സമയം അടുത്തിട്ടുണ്ട്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരാകട്ടെ
കടുത്ത അശ്രദ്ധയിൽ ഇങ്ങനെ തിരിഞ്ഞു നടക്കുകയാണ്. യാതൊരു ശ്രദ്ധയുമില്ലാതെ അവരിങ്ങനെ നടക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് എത്ര ഇണക്കമുണ്ടോ, അള്ളാഹുവുമായി എത്ര മുനാജാത്ത് നടക്കുന്നുണ്ടോ, അള്ളാഹുവുമായി എത്ര ബന്ധപ്പെടുന്നുണ്ടോ, അത്രയും ആരോഗ്യം ആ ഒരു ഹൃദയത്തിന്, ഖൽബിന് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഓരോ ഘട്ടങ്ങളിലും ഓരോ സമയത്തും നിന്റെ നാവ്, നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ചിന്തകൾ അത് അള്ളാഹുവുമായി ബന്ധപ്പെടുന്നുണ്ടോ എങ്കിൽ നിന്റെ ഖൽബ് ആരോഗ്യമുള്ളതാണ്. അങ്ങനെയല്ലേ ഖൽബിന് എന്തോ രോഗം ബാധിച്ചിട്ടുണ്ട്, ചികിത്സിക്കണം. നോക്കൂ നിങ്ങൾ, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ'. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് അൽ ഖുശൂ'. ഖുശൂ' ആയിരിക്കും. ഖുശൂ' എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ പേടിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുക, അതാണ് ഖുശൂ'. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ സംസാരങ്ങളും ഹദീസുകളും ഒക്കെ, സ്വഹാബത്തിന്റെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇൽമിൽ വെച്ച് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ ഈ ഇൽമ് ഉയർത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഇൽമ് ഉയർത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സഹാബിമാർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ വ്യാപകമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഞങ്ങളുടെ മക്കൾക്ക് ഓതിക്കൊടുക്കുന്നു, അവരത് പാരായണം ചെയ്യുന്നു, വളരെ സജീവമാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്നു, എന്നിട്ട് ഈ ഇൽമു ഉയർത്തപ്പെടാൻ സമയമായി എന്നാണോ അവിടുന്ന് പറയുന്നത്? അല്ലാഹു അക്ബർ. എന്താണ് ആദ്യം ഉയർത്തപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് കാണുന്നില്ലേ യഹൂദി നസ്രാനികൾ, അവരുടെ അടുക്കൽ അവരുടെ വേദങ്ങൾ ധാരാളമായി പാരായണം ചെയ്യപ്പെടുന്നില്ലേ? നിനക്ക് മനസ്സിലായില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു. സലഫുകൾ, സ്വഹാബത്ത് അതിനെ വിശദീകരിച്ചു. എന്താണ്? പാരായണവും ഇബാദത്തും പള്ളിയിലെ ആൾക്കാരൊക്കെ സജീവമായിരിക്കും, പക്ഷേ അതിന്റെ കഴമ്പ് ഹൃദയത്തിൽ നിന്ന് അത് എടുത്തു കളഞ്ഞിട്ടുണ്ടാകും, ഖുശൂ' എടുത്തു കളയപ്പെട്ടിട്ടുണ്ടാകും. അതാണ് അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ'. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് ഖുശൂ' ആയിരിക്കും. ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ. അങ്ങനെ നീ ഉമ്മത്തിൽ ഒരു ഖാശിആയ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ കാണപ്പെടും എന്ന് ഇമാം മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസ്, ഈ സംസാരം, അതിനെക്കുറിച്ച് ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇൻ ശിഅത ലഉഹദ്ദിസന്നക ബിഅവ്വൽ ഇൽമിൻ യുർഫഉ മിനൻ നാസ് അൽ ഖുശൂ'. അബൂദർദാ പറഞ്ഞത് സത്യമാണ്. ആദ്യമായി ഉയർത്തപ്പെടുന്നത് അൽ ഖുശൂ' തന്നെയാണ്. എത്രത്തോളം എന്നാൽ, നീ ഒരു മസ്ജിദിൽ ജമാഅത്ത് നടക്കുന്ന, നിസ്കാരം ജമാഅത്തായി നടക്കുന്ന ഒരു പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിഅ, ഖുശൂഉള്ള, അള്ളാഹുവിനെ പേടിച്ച് നിസ്കരിക്കുന്ന ഒരാളെ പോലും നിനക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അത്തരത്തിൽ യഥാർത്ഥത്തിലുള്ള ഖൽബിലുള്ള ഖുശൂഉ ഉയർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് സ്വഹാബിമാർ നമ്മൾക്ക് വിശദീകരിച്ചതാണ്, പഠിപ്പിച്ചതാണ്. അപ്പൊ സഹോദരന്മാരെ, കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, ഗൗരവമുള്ള, നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഖുശൂഅ്, അള്ളാഹുവിനോടുള്ള പേടി, ഭയം, അത് നിമിത്തം റബ്ബിന്റെ മുന്നിൽ ഖൽബ് കീഴടങ്ങുക, ഖൽബിലെ ചിന്തകൾ, ആലോചനകൾ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ. ഇവിടുന്നാണല്ലോ എല്ലാ പ്രവർത്തനവും തുടങ്ങുക. അഅമാലുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, അതൊക്കെ റബ്ബിനനുസരിച്ചായി മാറുക. അതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഈമാനിന്റെ ലക്ഷണം. അതാണ് അള്ളാഹു പറഞ്ഞു, ലഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കുന്നവർ എന്നല്ല അള്ളാഹു പറഞ്ഞത്, അല്ലെ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഖുശൂഉള്ളവർ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഖുശൂഅ് വളരെ
ഹൃദയത്തിന്റെ അമൽ, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോ എന്നിടത്താണ് കാര്യം. ശരീരം അമൽ ചെയ്യുന്നുണ്ടോ എന്നതിൽ കവിഞ്ഞ് അതിനേക്കാൾ എത്രയോ ആഴത്തിൽ, എത്രയോ പ്രാധാന്യം എന്തിനാണ്? നമ്മുടെ കൽബ് അമൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കൽബിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടോ? കൽബിൽ റബ്ബിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ടോ? കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വലിയ ഭയപ്പാടുകളുണ്ടോ? അവിടെയാണ് കാര്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ, കൽബിൽ ഈമാനുണ്ട്, ജീവനുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ ഇതാ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കൽബ് എന്താണ് നോക്കിയാൽ മതി, നമ്മുടെ മനസ്സെന്താണ് നോക്കിയാൽ മതി, നമ്മുടെ ചിന്തകൾ എങ്ങോട്ടാണ് എന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പിന്നെ സഹാബത്ത് പറഞ്ഞത് എന്താണ്? ലാ തറാ ഫിൽ മസ്ജിദിൽ ജാമിഇ ഖാശിഅൻ. ഒരു പള്ളിയിൽ കയറിയാൽ അവിടെ പോലും ഒരു ഖാശിയായ ഒരാളെ നീ കാണൂല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ വെച്ച് ഏറ്റവും വലുത് നമ്മളെ കൽബാണ്. സലീമായ, സുരക്ഷിതമായ കൽബാണ്. അതാണ് ഒരാൾക്ക് നമുക്ക് എന്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു ഹലാലായത് നമുക്ക് എത്രയും സമ്പാദിക്കാം. അള്ളാഹു ഹദ് വെച്ചിട്ടില്ല, അല്ലെ? ഇത്ര 1 കിലോ സ്വർണം മാത്രമേ ഒരാൾ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അള്ളാഹു ഒരു പരിധിയും വെച്ചിട്ടില്ല. ഹലാലായാൽ മതി. പരിധി ഉണ്ടോ? ഇല്ല. ഹലാലായാൽ മതി. ഒരാൾക്ക് എത്ര കോടികൾ, ബില്യൺസ് വേണമെങ്കിലും ഉണ്ടാക്കാം, സമ്പത്ത് ഉണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഷദ്ദാദ് ബിൻ ഔസ്, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാൻ, യാ ഷദ്ദാദ് ബിൻ ഔസ് ഇദാ റഅയ്ത الناس قد اكتنزوا الذهب والفضة. ജനങ്ങൾ സ്വർണവും വെള്ളിയും ഒക്കെ ഇങ്ങനെ പിന്നെ എന്താണ്, കെൻസായി, നിധിയായി സംരക്ഷിച്ച് വെക്കുന്നത് നീ കണ്ടു കഴിഞ്ഞാൽ, ഫഖ്നിസ് ഹഉലാഇൽ കലിമാത്ത്, നീ ഈ വാക്ക് കെൻസായി സൂക്ഷിക്കണം. ഒരു ദിക്ർ, ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക സബാത ഫിൽ അംർ, അല്ലാഹുവേ, ഈ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള അവസ്ഥ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൽ അസീമത അല റുഷ്ദ്, ഈ വിവേകപൂർണമായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഉള്ള തൗഫീഖിനെ ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ മഗ്ഫിറത്ത് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഅസ്അലുക ഖൽബൻ സലീമാ, അല്ലാഹുവേ, സുരക്ഷിതമായ ഒരു കൽബ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഈ ദുആ എന്താണ്? കെൻസാൻ. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ നിധി കുംഭം ആണ് യഥാർത്ഥത്തിൽ ഖൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയം. വലിസാനൻ സാദിഖ, സത്യസന്ധമായ ഒരു നാവിനെ അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ. അല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ, അല്ലെ, സ്വർണവും വെള്ളിയും സമ്പാദ്യമായി, നിധിയായി ഒരുമിച്ച് കൂട്ടുന്നവർ എന്ന് പറഞ്ഞപ്പോ ഈ ആയത്ത് ഇറങ്ങിയപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മാലി ഖൈറുൻ ഫനഖ്തനിസുഹു, അല്ലാഹുവിന്റെ റസൂലേ, ഹലാലായ ഏത് സമ്പത്താണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, ഞങ്ങൾക്കതൊരു സമ്പാദ്യമായി, ഒരു നിധിയായി സൂക്ഷിക്കാൻ പറ്റിയത്? എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തരം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൽബുൻ ഷാകിർ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടായാൽ അതാകുന്നു നിന്റെ ഏറ്റവും വലിയ നിധി. അത് എത്ര കോടികളുടെ സമ്പത്തിനേക്കാളൊക്കെ നിനക്ക് വലുതാണ്. വലിസാനുൻ ദാകിർ, അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന, അല്ലാഹുവിന്റെ ദിക്റിനെ കൊണ്ട് പച്ചയായി നിലകൊള്ളുന്ന നിന്റെ നാവ്, അതാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. വസൗജത്തുൻ സാലിഹത്തുൻ തുഈനുഹു അലാ അംരി ആഖിറതിഹി, നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന നല്ലൊരു ഇണ നിനക്കുണ്ടായിത്തീരുക എന്നതാണ് നിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മൾക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നല്ല നാവ്, അതുപോലെ നല്ല കൽബ്, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന കൽബ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല നല്ലൊരു വലിയ വീടാണ്, വാഹനാണ്, അല്ലെങ്കിൽ വേറെ ദുനിയാവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഒക്കെ ആത്മീയമായ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, സലീമായ ഒരു കൽബ് അല്ലെങ്കിൽ നല്ലൊരു കൽബ് ഒരാൾക്കുണ്ടെങ്കിൽ അവന് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. മറ്റേത് ദുനിയാവിന്റെ എന്തെങ്കിലാണെങ്കിൽ ദുനിയാവിൽ തീരും അല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ അടുക്കലും ഇവിടെ ദുനിയാവിലും സമാധാനം കിട്ടാൻ, സആദത്ത് കിട്ടാൻ കൽബ്, നല്ല കൽബ് തന്നെയാണ് ആവശ്യം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ, തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ അവരുടെ ഹൃദയങ്ങൾ സമാധാനമടയുന്ന കൽബായി മാറും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുന്നത്. ഇത് അറബി ഭാഷയിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അള്ളാഹു എന്ത് പറഞ്ഞില്ല? അലാ തത്മഇന്നുൽ ഖുലൂബ് ബിദിക്രില്ല എന്ന് പറഞ്ഞില്ല. അതായത് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടാൻ ദിക്ർ മതി എന്നല്ല അള്ളാഹ് പറഞ്ഞത്, തിരിച്ചാണ് പറഞ്ഞത്. ദിക്റുകൾ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുക. ദിക്റിനെ മുന്തിച്ചു. അങ്ങനെ മുന്തിക്കുന്ന സമയത്ത് ഹസർ എന്ന് പറയും. ഹസറിന്റെ അർത്ഥം മാത്രം എന്ന അർത്ഥം കിട്ടും. മാത്രം എന്ന അർത്ഥം കിട്ടും. അപ്പോൾ ദിക്ർ കൊണ്ട് മാത്രമാണ് ഹൃദയത്തിന് സമാധാനം കിട്ടുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, ഖുർആൻ പാരായണം, ഇബാദത്തുകൾ, അമലുകൾ, നിസ്കാരം, നോമ്പ്, സ്വലാത്ത് ചൊല്ല, ദിക്ർ ചൊല്ല, ഇതിനെ കൊണ്ടേ ഒരാൾക്ക് ഒരാളുടെ കൽബിൽ സമാധാനം കിട്ടുള്ളൂ. നമ്മളിനി എന്ത് വൈബ് തേടിപ്പോയിട്ടും കാര്യമില്ല, എന്ത് ആഘോഷങ്ങൾ തേടിപ്പോയിട്ടും കാര്യമില്ല, എത്ര ടേസ്റ്റുള്ള ചായ കുടിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാർ. നീ എങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. കൽബിന്, ഹൃദയത്തിന് ശാശ്വതമായ സമാധാനം കിട്ടണമെങ്കിൽ ഹൃദയത്തെ പടച്ച റബ്ബ് പറയാണ്, ഹൃദയം ഉണ്ടാക്കിയ റബ്ബ് പറയാണ്, അലാ ബിദിക്രില്ലാഹ്, ദിക്റുകൾ കൊണ്ട് മാത്രമേ നിന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടുകയുള്ളൂ. അപ്പൊ അതേ മാർഗമുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാണ്. അപ്പൊ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സമാധാനവും രക്ഷയും വേണമെങ്കിൽ നമ്മുടെ കൽബ് സലീമായിരിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവന്റെ കൽബ് അത് ജീവനുള്ളതാണ്. അള്ളാഹുവിനെ ഓർമ്മിക്കാത്ത, ദിക്റുകളില്ലാത്തവന്റെ കൽബ് മയ്യിത്താണ്, അത് മരിച്ചതാണ്, അതിന് ജീവനില്ല, അത് കല്ല് പോലെ കടുത്തതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ജീവിതം, ഏറ്റവും സുന്ദരമായ ജീവിതം നയിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലദീ യഈശു മഅല്ലാഹ്, അള്ളാഹുവിനൊപ്പം ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ട് ജീവിക്കുന്നവനാണ്. എനിക്കും നിങ്ങൾക്കും അള്ളാഹു ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ അമില സാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസ, അള്ളാഹു പറഞ്ഞില്ലേ, മൻ അമില സാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി, കൽബിൽ നിറഞ്ഞ ഈമാനോടുകൂടി അമലു സാലിഹാത്തുകളിൽ മുഴുകുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നാം ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടമായ ജീവിതം ഞാൻ അവരെ ജീവിപ്പിക്കുന്നതാണ്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ഇത് അള്ളാഹു തന്ന വാക്കാണ്. അള്ളാഹിന്റെ വാക്ക് പോരെ നമുക്ക്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നോളൂ, നിങ്ങൾക്ക് നല്ല സമാധാനമായിട്ട് നിൽക്കുക, ഇന്ന റിസോർട്ട്, ഇന്ന ടൂറിസ്റ്റ് കേന്ദ്രം, അതിനേക്കാളൊക്കെ വലിയ വാക്കാണ് റബ്ബ് തരാൻ. ഈമാനോടുകൂടി അമൽ സാലിഹാത്തുകൾ ചെയ്യുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, നിന്നെ അള്ളാഹു നല്ല ജീവിതം ജീവിപ്പിക്കും. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ ഒരു പക്ഷേ
അയാൾ ഇട്ട കുപ്പായം കീറിയതായിരിക്കാം. നമുക്ക് അയാളെ കണ്ടാൽ തോന്നും, ഓ ഭയങ്കര കഷ്ടത്തിലാണ്, പള്ളിയിൽ 5 നേരം വരുന്നുണ്ട്, ഫുള്ള് പള്ളിയിലാണ്, പാവം വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മളെങ്ങനെയാ ചിന്തിക്കുക? അള്ളാഹു കാക്കട്ടെ. ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ നല്ല ജീവിതമായിരിക്കും ആ സാധു മനുഷ്യൻ അല്ലെങ്കിൽ ആ സാധു സ്ത്രീ ജീവിക്കുന്നത്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ചുറ്റിപ്പറ്റി പിണഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കൽബിന്റെ മുകളിലാണ്. കൽബിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, നമുക്ക് കാണാതെ അറിയുന്ന ഹദീസാണ്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ നിന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് കേടുവന്നാൽ നിന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അറിയുക, നീ മനസ്സിലാക്കിക്കൊള്ളുക, അത് ഖൽബാണ്, ഹൃദയമാണ്. അപ്പൊ നമ്മുടെ കൂടുതൽ എഫേർട്ട്, കൂടുതൽ സമയം, കൂടുതൽ പരിശ്രമം നമ്മൾ ചെലവാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഖൽബ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിന്റെ മുകളിലാണ് ബാക്കി എല്ലാ നന്മകളും നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ നോക്കുകയില്ല. നിങ്ങളുടെ വണ്ടിന്റെ ചാവി ഏത് വണ്ടിയാണ്, അള്ളാഹു നോക്കുകയില്ല. നിങ്ങളുടെ വസ്ത്രം എന്താണ്, റബ്ബ് നോക്കുകയില്ല. പക്ഷെ അള്ളാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് റബ്ബ് നോക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ കൂടുതൽ സമയം എന്തിനായിരിക്കും ചെലവഴിക്കുക? ആൾക്കാർ കാണും, എൻ്റെ വാച്ച് എവിടെ, എൻ്റെ ഡ്രസ്സ് എവിടെ. നല്ല വസ്ത്രം, അള്ളാഹു തന്ന നിഅമത്ത് സ്വീകരിക്കുന്നൊക്കെ നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അള്ളാഹു നല്ല സമ്പത്തും നല്ല ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കണം. ഏറ്റവും നല്ല ഡ്രസ്സ് തന്നെ ഇടണം, ഏറ്റവും നല്ല വസ്ത്രം തന്നെ ഇടണം. അത് ഹറാമായതുകൊണ്ടല്ല. പക്ഷെ ആൾക്കാരെന്ത് വിചാരിക്കും? ആളുകളൊക്കെ നമ്മളെ നോക്കൂലേ, എല്ലാവരും നമ്മളെ കാണൂലേ? അപ്പോൾ എങ്ങനെയാണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെ നടന്നാൽ ശരിയാവൂല. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ചിന്തിക്കാറുണ്ട്, സുബ്ഹാനല്ലാഹ്, എൻ്റെ കൽബിന്റെ അവസ്ഥ എന്താണ്? പള്ളിയിലേക്ക് വരുമ്പോൾ പോലും പള്ളിയിലേക്കാണ് പോകുന്നത്, എല്ലാവരും ഉണ്ട്. ഇന്ന് അവിടെ ജുമുഅ ആണ്, അപ്പൊ ഒരുപാട് ആളുണ്ടാവും, നല്ല ഡ്രസ്സ്, നല്ല കാര്യങ്ങള്. എൻ്റെ കൽബ്, റബ്ബ് എന്നെ നോക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ്. എൻ്റെ ഹൃദയത്തിൽ ഈമാനിന്റെ സീനത്ത്, ഈമാനിന്റെ ഭംഗി എൻ്റെ കൽബിലുണ്ടോ എന്നൊരു ആത്മപരിശോധന നമ്മളൊക്കെ നടത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നോക്കുന്നത് അവിടെയാണ്, അള്ളാഹു നമ്മുടെ കൽബിലേക്കാണ് നോക്കുന്നത്. നോക്ക്, നമ്മളെ കാണാൻ ഒരു വലിയ രാജാവ് വരുന്നുണ്ട്, ഒരു വലിയൊരാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? നമ്മൾ എങ്ങനെയായിരിക്കും ഒരുങ്ങുക? അല്ലാഹു അക്ബർ. അപ്പൊ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അധികം പെണ്ണ് കാണാൻ പോകുമ്പോ അല്ലേ, എല്ലാവരും നമ്മളെ കാണും, നോക്കും, നമ്മൾ എങ്ങനെയായിരിക്കും ഒരുങ്ങണം, നല്ലതാണ്, നന്നായിട്ട് ഒരുങ്ങണം. പക്ഷെ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുമ്പോൾ അല്ലാഹു അക്ബർ കൈകെട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അള്ളാഹു നിങ്ങളെ നോക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ തെറ്റുമ്പോ അള്ളാഹു നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ നോട്ടം തിരിക്കും. അപ്പൊ നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ എത്ര പരിശോധിക്കലുണ്ട്? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖൽബ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് യഥാർത്ഥ കാഴ്ചകൾ കാണാൻ പറ്റുക. ഖൽബ് കൊണ്ടാണ് ശരിയായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക, കണ്ണുകൊണ്ടല്ല. അതുകൊണ്ടല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകളല്ല ബ്ലൈൻഡായി പോകുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫീ സുദൂർ, നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ നിലകൊള്ളുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിനാണ് യഥാർത്ഥത്തിൽ ബ്ലൈൻഡ്നെസ്, അന്ധത ബാധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഖൽബ് ഇരുട്ടാകാതെ, ഖൽബിന്റെ കാഴ്ച നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ, സലഫുകൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ പോലും അതെന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും. വെറുതെ വഴിയിൽ കിടക്കുന്ന ഒരു കല്ല് കണ്ടാൽ
അതെന്നെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ ഒരു ആയത്ത് കാണാതെ ഒരു കല്ല് പോലും എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്ന് സലഫുകൾ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ്. അവരുടെ കൽബിനാണ് കാഴ്ച, കണ്ണിനല്ല. അങ്ങനെ കൽബിന് കാഴ്ച ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കൽബ് അശ്രദ്ധമായി കഴിഞ്ഞാൽ, കൽബിന്റെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മരിച്ചവനെ പോലെയാണ്. അവന്റെ ജീവിതം ശരിയായ ഒരു ജീവിതമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൽബ് എത്ര നന്നാകുന്നോ അവൻ അത്രയും ഉയരത്തിലായിരിക്കും, അവൻ അത്രയും ആസ്വാദ്യകരമായ ജീവിതത്തിലായിരിക്കും. അതുകൊണ്ടല്ലേ മറാത്തിബുദ്ദീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അൽ ഇസ്ലാം വൽ ഈമാൻ, അൽ ഈമാൻ വൽ ഇസ്ലാം വൽ ഇഹ്സാൻ. മൂന്നാമത്തെ ഏറ്റവും ടോപ്പ് ലെവൽ അൽ ഇഹ്സാൻ. എന്താണ് അൽ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്. അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. ഫഇൻ ലം തകുൻ തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഇതെന്താണ്? അമലുൻ ഖൽബിയാൻ. ഇഹ്സാൻ അത് ഖൽബിലുള്ള അമലാണ്. അല്ലാഹുവിനെ കാണുന്നത് പോലെ എവിടെ ഉണ്ടാവുക? അങ്ങനെ ഒരു അവസ്ഥ എവിടെ ഉണ്ടാവുക? ഖൽബിലല്ലേ ഉണ്ടാവുക? അത് ഖൽബിയാൻ, ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനം, ദറജ. അപ്പൊ ഖൽബ് കൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും മുകളിൽ എത്താൻ പറ്റുക, ഏറ്റവും താഴേക്കും എത്താൻ പറ്റുക. അതുകൊണ്ടല്ലേ സലഫു സാലിഹ്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, മാ സബഖഹും അബൂബക്കർ ബികസ്റതി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ. മറ്റു സ്വഹാബിമാരെ അപേക്ഷിച്ച് ധാരാളം നിസ്കാരമുള്ളത് കൊണ്ടോ, ധാരാളം നോമ്പെടുത്തത് കൊണ്ടോ, ധാരാളം സദഖ ചെയ്തത് കൊണ്ടോ അല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പരാജയപ്പെടുത്തിയത്. വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയ ഒരു വസ്തുവുണ്ട്, ഒരു കാര്യമുണ്ട്. ആ കാര്യം കാരണത്താലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉന്നതങ്ങളിൽ എത്തിയത് എന്ന് സ്വഹാബത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകൾക്ക് നന്മയുണ്ടാകണമെന്ന അങ്ങേയറ്റത്തെ ഇഷ്ടവും ആഗ്രഹവും, അതുപോലെ അള്ളാഹുവിന്റെ അടിമകളോടുള്ള ഗുണകാംക്ഷയും, ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നന്മ എന്ന് സലഫുകൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്ന് വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അമല് കുറവായിരുന്നു എന്നല്ല. ഈ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? ഈ ഖൽബാണ്. മനസ്സിലായില്ലേ? ഈ ഖൽബില്ലെങ്കിലോ എത്ര അമല് വർദ്ധിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ശരി. അപ്പൊ കാര്യങ്ങളുടെ ഒക്കെ അടിത്തറ ഖൽബ് ശുദ്ധമായിരിക്കുക എന്നതാണ്, നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കുക എന്നതാണ്. ഉമർ ബിൻ അബി റബീഅ, ഉമവി കവിയാൻ, അദ്ദേഹം പാടിയത് ഉലമാക്കൾ എമ്പാടും എടുത്തു കൊടുക്കാറുള്ള ഒരു കവിതയാണ്. എന്താണ്? വമാ സുമ്മിയൽ ഖൽബു ഇല്ലാ മിൻ തഖല്ലുബിഹി. ഹൃദയത്തിന് ഖൽബ് എന്ന പേര് അറബി ഭാഷയിൽ വരാൻ തന്നെ കാരണം ഇല്ലാ മിൻ തഖല്ലുബിഹി, അതിങ്ങനെ മാറി മറിയുന്നത് കൊണ്ടാണ്. തഖല്ലുബ് എന്ന് പറഞ്ഞാൽ അതാണ്, ഇങ്ങനെ തിരിച്ചും മറിച്ചിടുക. ഫഹ്ദർ അലൽ ഖൽബി മിൻ ഖൽബിൻ വതഹ്വീലിഹി. അതുകൊണ്ട് നീ നിന്റെ ഹൃദയം മാറി മറിയുന്നതിന് സൂക്ഷിക്കുക, ഭയപ്പെടുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം അസറുകൾ സ്വഹാബത്തിൽ നിന്നൊക്കെ നമുക്കിത് വന്നതും കാണാൻ സാധിക്കുന്നതാണ്. മസലുൽ ഖൽബി കമസലിർ റീഷ, അല്ലെ? ഒരു ഒഴിഞ്ഞ പറമ്പിൽ പാറി നടക്കുന്ന ഒരു തൂവൽ പോലെയാണ് ഖൽബിന്റെ ഉദാഹരണം. കാറ്റടിക്കുന്ന സമയത്ത് അതിങ്ങനെ അതിന്റെ പുറംഭാഗവും ഉൾഭാഗവും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഖൽബിന്റെ അവസ്ഥ. ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ, അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ എവിടെയൊക്കെ എത്തിപ്പെടും? ഒറ്റ സെക്കൻഡ് മതി. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആ ഒരു നിമിഷം മതി. അല്ലാഹു അക്ബർ, നമ്മുടെ ഖൽബ് പല സ്ഥലങ്ങളിലേക്ക് എത്തി തിരിച്ചു വരാം. ഖൽബ് തഖല്ലുബ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കെട്ടിയിടാൻ ആർക്ക് സാധിച്ചോ അവൻ ജയിച്ചു. അതിനെ പിടിച്ചു വെക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവൻ വിജയിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖുലൂബ ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിരലുകൾക്കിടയിലാണ്, ഒറ്റ ഖൽബ് പോലെ. എന്നിട്ടോ യുഖല്ലിബുഹു കൈഫ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യാൻ അള്ളാഹു പഠിപ്പിച്ചത് അതാണല്ലോ. എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ്
സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. സമയം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ ധാരാളം പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. ഇനി ഖൽബുൻ സലീം, സുരക്ഷിതമായ ഹൃദയം കിട്ടാൻ നേടിയെടുക്കാനുള്ള ചില കാരണങ്ങൾ, ചില മാർഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം ബിഇദ്നില്ലാഹ്. ഒന്നാമത്തെ കാര്യം ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദുആ അല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ താഅതിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ നീ നിന്റെ അനുസരണയിലേക്ക് തിരിച്ചു വെക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂൻ, ആഴത്തിൽ അറിവുള്ളവർ അവരെന്താണ് പ്രാർത്ഥിക്കുക, റബ്ബന ലാ തുസിഗ് ഖുലൂബന, അല്ലാഹുവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി എപ്പോഴും ദുആ ചെയ്യുക എന്നുള്ളതാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹുവേ ഹിദായത്തിലാക്കിയ ശേഷം നീ ഞങ്ങളുടെ കൽബിനെ തെറ്റിച്ചു കളയല്ലേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അതുപോലെ അല്ലാഹുവേ നിന്റെ റഹ്മത്ത്, നിന്നിൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണേ പോലുള്ള ദുആകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്നു എന്നാണ് എന്ത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. റസൂലുള്ളാഹി അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാര്യം ഹൃദയത്തിന് ഭക്ഷണം കൊടുക്കുക, ഹൃദയത്തെ ഫീഡ് ചെയ്യണം. എന്താണ് ഹൃദയത്തിന് കൊടുക്കേണ്ട ഭക്ഷണം? അൽ ഇൽമു നാഫിഅ് വൽ അമലു സാലിഹ്, ഉപകാരപ്രദമായ ഇൽമും സാലിഹായ അമലുകളും, ഇതാണ് ഹൃദയത്തിന്റെ ഭക്ഷണം. അത് കൊടുത്താലേ ഹൃദയത്തിന് ശക്തി ഉണ്ടാകുള്ളൂ, ആരോഗ്യം ഉണ്ടാകുള്ളൂ. ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഏറ്റവും ഉപകാരമുള്ള ഇൽമ എന്താണ്? അത് ഖുർആനാണ് അല്ലേ? ആ ഖുർആൻ കൊണ്ടാണ് ഹൃദയത്തിന് ശക്തി കൈവരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം ഖുർആൻ വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങൾക്കിടയിലുള്ള അസുഖങ്ങളെ, വലിയ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അതിൻ്റെ ഒരു ശിഫ, അതിൻ്റെ ഒരു എന്താണ് പരിഹാരം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് ഇതാ ഖുർആനിലൂടെ റബ്ബ് തന്നിരിക്കുന്നു. അപ്പൊ ഖുർആൻ ഓതുക, പഠിക്കുക, പാരായണം ചെയ്യുക, അതിനെ ചിന്തിക്കുക, അറിയുക, അതന്നെയാണ് ഇൽമ. അൽ ഇൽമു ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, ഇൽമ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുമാണ്. ഖുർആനുമായി എപ്പോഴും ബന്ധം വെക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, ഖുർആനിനെ കൊണ്ട് സന്തോഷിക്കുക. സന്തോഷം എവിടെ ഉണ്ടാവും? ഖൽബിലാണ്. എങ്ങനെയാണ് ഖുർആനെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റുക? അതിന്റെ അർത്ഥം ആലോചിക്കുമ്പോൾ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള പ്രതീക്ഷകൾ, അള്ളാഹുവിന്റെ സ്നേഹവും റഹ്മത്തും കാണുമ്പോൾ, അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ കാണുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ സന്തോഷിക്കുക. ശരി, അതാണ് ഒരു കാര്യം. ഇൽമും അമലു സാലിഹാത്തുകളും. ഖുർആനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല റൂഹ്, അള്ളാഹു ഖുർആനെ കുറിച്ച് റൂഹ് എന്ന് ഉപയോഗിച്ച് കാണാം. എന്താ റൂഹിന്റെ പ്രത്യേകത? റൂഹ് ഉണ്ടെങ്കിലാണ് ജീവൻ ഉണ്ടാവുക അല്ലേ? അതുപോലെയാണ് ഖുർആൻ. ഖുർആൻ റൂഹാൻ, നമ്മുടെ കൽബിന്റെ ജീവൻ നിലനിർത്തുന്നത് ഖുർആനാണ്, ഇൽമാണ്. ഒരാളുടെ കൽബിൽ നിന്ന് ഖുർആൻ ഇല്ലാതായി കഴിഞ്ഞാൽ, ഇൽമ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കൽബ് മരിച്ചു, അത് മയ്യിത്താണ്. അപ്പൊ കൽബിന്റെ ജീവൻ നിലനിർത്താൻ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. അതുപോലെ റഹ്മത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്കാണ്. ഒരാളുടെ കൽബിൽ റഹ്മത്ത് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഹൃദയം ലോലാവുക അല്ലെ? കാരുണ്യമുള്ള ഹൃദയം എന്തായിരിക്കും? കാഠിന്യവും കാരുണ്യവും ഒരുമിക്കൂലല്ലോ ഒരു ഹൃദയത്തില് അല്ലെ?
അപ്പൊ കാരുണ്യമുള്ള ഹൃദയം അത് എന്ത് ചെയ്യും? ലോലമാകും. അങ്ങനെ ആ ഹൃദയം അള്ളാഹുവിന് കീഴൊതുങ്ങാനും അമൽ സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാനും ആ കൽബ് കൊണ്ട് ഒരാൾക്ക് സാധിക്കും. അപ്പൊ ഈ ജീവനും റഹ്മത്തും റൂഹും റഹ്മത്തും ഒരാളുടെ കൽബിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവന് ഇൽമും അമൽ സാലിഹാത്തും ഉണ്ടാകും. അങ്ങനെ ജീവനുള്ള ഒരു കൽബ് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഇൽമും അമലും നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ അൻഫഅ ലിൽ ഖുലൂബി മിൻ തിലാവത്തിൽ ഖുർആനി ബിത്തദബ്ബുരി വത്തഫക്കുർ. ചിന്തയോടെ ആലോചനയോടെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഹൃദയങ്ങൾക്ക് ഉപകാരമുള്ള മറ്റൊന്നും എനിക്കറിയില്ല, അങ്ങനെ മറ്റൊരു കാര്യവും ഇല്ല. ഫഇന്നൽ ഖുർആന യജ്മഉ കുല്ല മനാസിലിൽ ഈമാനി വഹഖായിഖിൽ ഇർഫാൻ. ഈമാനിന്റെ എല്ലാ മൻസിലകളും എല്ലാ സ്ഥാനങ്ങളും അതുപോലെ അറിവിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഖുർആനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ ചിന്തയോടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ തഫ്സീർ പഠിച്ച് പാരായണം ചെയ്യുന്നതിനേക്കാൾ ഹൃദയത്തിന്റെ അസുഖങ്ങൾ മാറ്റാൻ അതിനേക്കാൾ ഉപകാരമുള്ള മറ്റൊന്നുമില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ ഔഇയ. ഈ ഹൃദയങ്ങൾ അതൊരു പാത്രം പോലെയാണ്. അതുകൊണ്ട് ഫശ്ഗലൂഹാ ബിൽ ഖുർആൻ. അതിൽ നിങ്ങൾ ഖുർആനിനെ കൊണ്ട് ആ ഹൃദയത്തെ നിങ്ങൾ തിരക്കിലാക്കണം, അത് നിറച്ചു വെക്കണം. വലാ തശ്ഗലൂഹാ ബിഗൈരിഹി. ഖുർആൻ അല്ലാത്ത മറ്റ് ഖീലഖാലകൾ, ആളുകളുടെ വർത്തമാനങ്ങൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ നിറച്ചു വെക്കരുത് എന്ന് സ്വഹാബിമാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തഹറത് ഖുലൂബുകും മാ ശബിഅതും മിൻ കലാമി റബ്ബികും. നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായി കഴിഞ്ഞാൽ ഖുർആൻ, നിങ്ങളുടെ റബ്ബിന്റെ കലാമിനെ തൊട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മതി വരികയില്ല, തൃപ്തിയാവുകയില്ല. എത്ര ഓതിയാലും പഠിച്ചാലും അർത്ഥം അറിഞ്ഞാലും ഒന്നും നിങ്ങൾക്ക് മതി വരികയില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ. അല്ലെ, ഖുർആൻ ഓതിക്കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അവർ പറഞ്ഞതൊക്കെ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും സാധിക്കുന്നു. അല്ലാഹു അക്ബർ. ശരി, അതുകൊണ്ടാണ് ഈമാനുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഖുർആന്റെ പാരായണം അവർ കേട്ടാൽ ഖറു സുജ്ജദൻ വബുകിയ. കരഞ്ഞുകൊണ്ടവർ സുജൂദിലേക്ക് വീഴും. ഒരു മനുഷ്യന്റെ ഹൃദയം അങ്ങേ അറ്റം തകർന്ന് കിടക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? കരഞ്ഞിട്ട് നിലത്തേക്ക് വീഴാന്നുള്ളതാണ്, അല്ലേ? ഒരു മനുഷ്യന്റെ ഹൃദയം അത്രയും തകർന്നു എന്നുള്ളതിന്റെ അടയാളം അതാണ് റബ്ബ് പറയുന്നത്. അവരുടെ മേൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ ഖറു സുജ്ജദൻ വബുകിയ. കരഞ്ഞുകൊണ്ടവർ താഴേക്ക് വീണു പോകും. അതാണ് ഖൽബിന്റെ ആരോഗ്യത്തിന് അള്ളാഹുവിന്റെ കലാമിനേക്കാൾ, അള്ളാഹുവിന്റെ ഖുർആനിനേക്കാൾ വലിയ മരുന്ന് വേറെ ഇല്ല. മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ ദിക്റാൻ, അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനക റുതബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് പച്ചയായി നിലകൊള്ളട്ടെ, നനഞ്ഞ അവസ്ഥയിൽ നിലകൊള്ളട്ടെ. ആലോചിച്ച് നോക്കൂ, സുബ്ഹാനല്ലാഹ്. നമ്മള് ഷെയ്ഖ് ഖാലിദ് ഇസ്മായിൽ ഹഫദുല്ലാ യുഎഇയിലുള്ള സലഫി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ദർസിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു വാക്കാണ്, നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക വൈകുന്നേരം. ഒരു ലിസ്റ്റ് പടപ്പുകളുമായി നമ്മൾ നടത്തിയ സംഭാഷണങ്ങൾ, ദുനിയാവിന്റെ കാര്യങ്ങൾ, കച്ചവടം, ഇടപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പുറത്ത് അള്ളാഹുവുമായി നമ്മൾ ഉണ്ടാക്കിയ സംഭാഷണങ്ങൾ, മുനാജാത്ത്, ഏതായിരിക്കും കൂടുതൽ? അള്ളാഹുവിനോട് നമ്മൾ സംസാരിച്ചത്, അള്ളാഹുവിനോട് നമ്മൾ ആവലാതി പറഞ്ഞത്, അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറഞ്ഞത്, അൽഹംദുലില്ലാ പറഞ്ഞത്, ദിക്റുകൾ ചൊല്ലിയത് എന്തായിരിക്കും? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്. 5 നേരത്തെ നിർബന്ധ നിസ്കാരം അത് ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ നമ്മളെ കയ്യിലുള്ളത്? ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മളെ ഖൽബ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിർബന്ധ നിസ്കാരം കഴിഞ്ഞു, പിന്നെ ദിക്ർ എത്രയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയാണ്, നമ്മുടെ ഖൽബിന്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ.
അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവർ, മുഖം തിരിക്കുന്നവരാകുന്നു ഈമാനുള്ളവർ എന്ന് റബ്ബ് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കൽബിൽ നമ്മൾ എന്താണ് നിറച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അലം യഅനിൽ ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പാട് നിമിത്തം അള്ളാഹുവിന് കീഴൊതുങ്ങാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായിട്ടില്ലേ? സ്വഹാബത്തിനോടാണ് ഇത് ചോദ്യം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു ഞങ്ങളെ ആക്ഷേപിച്ചതായിട്ടാണ് ഈ ആയത്തിനെ ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഖുശൂ നീങ്ങിപ്പോയി എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു, അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ ആക്ഷേപിച്ചു. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മുസ്ലിമായി, ഈമാൻ കിട്ടി, ഈ ഖുശൂ ഒക്കെ വന്നു, നല്ല ഭയപ്പാടോടുകൂടി ജീവിക്കുകയാണ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഖുശൂ കൊണ്ടുവരാൻ സമയമായിട്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ കാന ബൈന ഇസ്ലാമിന വബൈന അൻ ആതബന അല്ലാഹു ബിഹാദിഹി ആയ ഇല്ലാ 4 സിനീൻ. 4 കൊല്ലം കൊണ്ടാണ് അള്ളാഹുവിന്റെ ഈ ഒരു ആക്ഷേപം, ഒരു ഗുണദോഷിക്കൽ ഇറങ്ങിയത്. സ്വഹാബത്തിന്റെ അവസ്ഥ, സ്വഹാബത്ത് പേടിച്ചുകൊണ്ട് അവർ പറയാൻ, അല്ലാഹു അക്ബർ, ഈ 4 കൊല്ലം കൊണ്ട് അവർ പേടിക്കാൻ എന്ത്? ഞങ്ങളുടെ കൽബ് ഖുശൂഇൽ നിന്ന് മാറിപ്പോയോ എന്ന് പേടിക്കുകയാണ്. അല്ലെ, ഫതാല അലൈഹിമുൽ അമദ്, കാലം അവരുടെ അടുത്ത് ഇങ്ങനെ കഴിഞ്ഞു പോയി. സ്വഹാബത്തൊക്കെ അധികം എന്താണ്, ജനിച്ചപ്പോഴേ മുസ്ലിമീങ്ങളല്ല, പിന്നെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. നമ്മളെ അവസ്ഥ എന്താണ്? നമ്മൾ ജനിച്ചത് മുതൽ മസ്ജിദിൽ നിസ്കാരം, ഖുർആന്, ഹദീസ്, ഇബാദത്തുകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ. നമ്മുടെ കൽബിന്റെ അവസ്ഥ എന്താണ്? നമ്മൾ എത്ര കാലമായി ഈ ദീനിൽ ജീവിക്കുന്നു? നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ ദിക്ർ അതിലായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നിസ്കാരം, ഞാൻ നേരത്തെ കുറെ സൂചിപ്പിച്ചു, അള്ളാഹുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന നിസ്കാരം ശരിയാക്കുക. അതാണ് കൽബ് നന്നാക്കാനുള്ള ഏറ്റവും വലിയ മറ്റൊരു വഴി. അത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണാം. നോമ്പ് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം പിന്നെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, സദഖ ചെയ്യുക, സക്കാത്ത് കൊടുക്കുക, അതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള വലിയ കാര്യമായി നമ്മൾ മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.